ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് പെരിന്തൽമണ്ണയിലുള്ള നിയോസ്കിൻ ക്ലിനിക്കാണ്. സ്കിന്നുമായി ബന്ധപ്പെട്ട അതുപോലെ ഹെയറുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഇവിടെ പരിഹാരമുണ്ട്. ഞാനേ നിങ്ങളെ ക്ലിനിക്കിനെ കുറിച്ചൊന്നും അറിയണം. പിന്നെ മുടി അത്യാവശ്യം കാണാനുണ്ട്, പക്ഷെ എന്തില്ല, കുറെ ആളുകൾ പറഞ്ഞു ഉള്ളില്ല, മുടി കൊയ്യുണ്ട്. ഇപ്പൊ എത്ര കാലമായി തുടങ്ങിയിട്ട്? കുറച്ചു കാലമായി, ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. നിങ്ങൾ പാരമ്പര്യമായിട്ട് വീട്ടിലിറങ്ങിയില്ല ഉണ്ടോ ഇതുപോലെ മുടി ഒഴിച്ച്? ഇല്ല ഇല്ല ഇല്ല, അങ്ങനൊന്നും കണ്ടേ. ഇത് ആണുങ്ങൾക്ക് ഉണ്ടാവുന്ന, പുരുഷന്മാർക്ക് ഉണ്ടാവുന്ന കഷണ്ടിയുടെ ഒരു പ്രാരംഭഘട്ടമാണ്. അപ്പോൾ ഇതിന് കാരണം ഒന്ന്, നമ്മൾ മെയിനായിട്ട് നമ്മൾ ഹോർമോണാണ്, മെയിൽ ഹോർമോണാണ്. അതായത് മെയിൽ ഹോർമോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പുരുഷന്മാരുടെ ക്യാരക്ടർ കാണിക്കുന്ന ഹോർമോണും, രണ്ടാമത്തത് ഫാമിലി മാറ്റർ, ഫാമിലി പാരമ്പര്യമായിട്ട് വരുന്ന ഘടകം കൂടി ചേർന്നതാണ്. ഇത് നമുക്ക് പ്രാരംഭഘട്ടത്തിൽ തന്നെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ മുടി കംപ്ലീറ്റ് കൊഴിഞ്ഞു പോകുന്നതിന് നമുക്ക് ഒരു പരിധി വരെ തടയാൻ പറ്റും. സാർ, ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? നേരത്തെ പറഞ്ഞല്ലോ, മുടി കൊഴിച്ചിലിന് കാരണം പലതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കണം. അതായത് മുടിയുടെ ഡെൻസിറ്റി, അതായത് തിക്നെസ് കുറവുണ്ടോ, എത്രമാത്രം മുടി കൊഴിച്ചിലുണ്ട്, മുടി നമ്മുടെ സെബം, അതായത് എണ്ണമെഴുക്കിന്റെ അളവ് എത്രയുണ്ട്, ഡാൻഡ്രഫ് അല്ലെങ്കിൽ ഡെഡ് സെൽസിന്റെ അളവ് എത്രയുണ്ട്, അതിനനുസരിച്ച് ഇതെല്ലാം ലോക്കൽ റിയാക്ഷൻസ് ഉണ്ടാക്കി ഇത് മുടി കൊഴിച്ചിലിന് കാരണമാവും. അപ്പോൾ ആ ഒരു ഘടകം കൂടി നമ്മൾ ഇന്ന് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് മുൻകൂട്ടി അറിയണം. അതിന് വേണ്ടിയിട്ടുള്ള ഹെയർ അനലൈസർ എന്നുള്ള ഒരു ഫെസിലിറ്റി നമ്മൾ ക്ലിനിക്കിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ യൂഷ്വലി ഇങ്ങനെ ഒരു ഹെയർ ലോസ് ആയിട്ട് വരുന്ന എല്ലാ പേഷ്യന്റിനും നമ്മൾ മെഡിസിൻ എഴുതി കൊടുക്കുന്നതിന് പകരം ഈ ഹെയർ അനലൈസർ വെച്ചിട്ട് മുടി കൊഴിച്ചിൽ, അതെ, മുടി കൊഴിച്ചിലിന്റെ തീവ്രത എത്രയുണ്ട്, മുടി കൊഴിച്ചിലിന് കാരണം എന്താണ്, അതല്ല വേറെ എന്തെങ്കിലും അസുഖങ്ങൾ കാരണമാണോ മുടി കൊഴിയുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ ട്രീറ്റ്മെന്റ് തുടങ്ങാറുള്ളൂ. ആദ്യമായിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഈ മുടി കൊഴിച്ചിൽ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. അതിനുവേണ്ടി ഹെയർ അനലൈസർ എന്നുള്ള മെഷീൻ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ഹെയർ അനലൈസർ വെച്ച് നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത് മുടി കൊഴിച്ചിൽ കാര്യമായിട്ട് തന്നെ ഉണ്ട്. കാരണം ഈ ഭാഗങ്ങളെ കണ്ടല്ലോ, കൂടുതലായിട്ട് മുടി കൊഴിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ അതുപോലെ സ്കാൽപ്പിന്റെ ഈ എണ്ണമെഴുക്ക് കുറച്ച് ഡ്രൈ ആണ്, വെരി ഡ്രൈ ആണ്. അതായത് ഡ്രൈനെസ് എന്ന് പറഞ്ഞാൽ എണ്ണമെഴുക്ക് കുറവാണ് നമ്മളെ തലയോട്ടിയിൽ. അതുപോലെ ഹെയർ ഡെൻസിറ്റി വളരെ കുറവാണ്. അതായത് രണ്ട് മുടികൾ തമ്മിലുള്ള അകലം കൂടുതലാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഈ ഒരു പിക്ചറിൽ. അപ്പൊ നമ്മൾ ഈ ഹെയർ അനലൈസർ വെച്ച് ചെയ്യുന്നുള്ള ഗുണം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ മുടി കൊഴിച്ചിൽ എന്നുള്ളതും എങ്ങനെ ട്രീറ്റ് ചെയ്യാന്നുള്ളതും നമുക്കൊരു എന്താ പറയാ, നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുമ്പോൾ മുടി കൊഴിച്ചിൽ ഓരോ മുടിനാരിന് ചുറ്റുമുള്ള രക്തക്കുഴലിൽ നിന്നാണ് ഈ മുടിക്ക് ആവശ്യമായിട്ടുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് കിട്ടുന്നത്. സോ പ്രോപ്പറായിട്ട് മുടിക്ക് ആവശ്യമായിട്ടുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് കിട്ടാതെ ആകുമ്പോഴാണ് മുടിന്റെ കട്ടി കുറഞ്ഞു വരിക. സോ നമ്മൾ ഗ്രോത്ത് ഫാക്ടേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യലും മിനോക്സിഡിൽ എന്നുള്ള സൊല്യൂഷൻ യൂസ് ചെയ്യലാണ്. മിനോക്സിഡിൽ യൂസ് ചെയ്യുമ്പോൾ ഈ മുടിനാരിക്ക് ചുറ്റുള്ള രക്തോട്ടൊക്കെ ഒന്ന് കൂടി മുടി ഒന്ന് തിക്കായിട്ട് വളരും. പിന്നെ വേണ്ടത് നമുക്ക് PRP അല്ലെങ്കിൽ GFC പോലത്തെ ട്രീറ്റ്മെന്റുള്ള, അതായത് ഇപ്പോൾ രക്തം എടുത്ത് നമ്മൾ സാധാരണ ബ്ലഡ് ടെസ്റ്റിന് കൊടുക്കുന്ന പോലെ രക്തം എടുത്ത് അതിന് ഈ പറഞ്ഞ ഗ്രോത്ത് ഫാക്ടേഴ്സ് സെപ്പറേറ്റ് ചെയ്ത് ലോക്കലി ഇഞ്ചെക്ട് ചെയ്യുന്ന പ്രൊസീജിയറാണ് PRP അല്ലെങ്കിൽ GFC എന്ന് പറയാം. അത് രണ്ടും കിറ്റിൽ നമ്മൾ ഡിഫറൻസ് ഒക്കെ ഉള്ളതും. അതുപോലെ പിന്നെ നമുക്ക് വേണ്ടത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. ആ ഒരു സ്റ്റേജിലോട്ട് നിങ്ങൾ എത്തിയിട്ടില്ല, കാരണം നിങ്ങളൊരു ഏർലി മുടി കൊഴിച്ചിലിന്റെ തുടക്കം മാത്രമാണ്. സോ നമുക്ക് ഒന്ന് ഇപ്പോഴേ പ്രാരംഭത്തിൽ തന്നെ ഒന്ന് ട്രീറ്റ്മെന്റ് പറഞ്ഞ PRP മിനോക്സിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇതാണ് PRP, അതായത് മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് രോഗിയുടെ രക്തത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്ത് അത് തലയിൽ മുടി വളർച്ച കുറവുള്ള ഭാഗങ്ങളിൽ കുത്തിവെക്കുന്ന ഈ രീതിക്കാണ് PRP എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ കാര്യത്തിൽ ഗ്രേഡ് 2 ആൻഡ്രോജെനിക് അലോപേഷ്യയാണ്, അതായത് മുടി കൊഴിച്ചിലാണ് നിങ്ങൾക്കുള്ളത്. ഈ ഒരു മുടി കൊഴിച്ചിൽ നമുക്ക് PRP അല്ലെങ്കിൽ മിനോക്സിഡിലൊക്കെ ഉപയോഗിച്ച് നമുക്ക് മുടി കൊഴിച്ചിൽ പരിധി വരെ കൺട്രോൾ ചെയ്യാം. അത് കൂടുതൽ പ്രോഗ്രസ് ചെയ്ത് ഗ്രേഡ് 4 5 പോകുന്നത് നമുക്ക് തടയാൻ പറ്റും. ഇനി ഒരു ഗ്രേഡ് 5 അല്ലെങ്കിൽ ഗ്രേഡ് 7 ഏറ്റവും കൂടിയ മുടി കൊഴിച്ചിൽ മൊത്തം കഷണ്ടി ആയിട്ടുള്ള ഒരാൾ വരികയാണെങ്കിൽ നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ മുതൽ എല്ലാ പ്രൊസീജിയറും ഈ ഒരു ട്രാൻസ്പ്ലാന്റ് നിയോസ്കിൻ സെന്ററിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നിയോസ്കിൻ എന്ന ഈ സ്ഥാപനത്തിന്റെ ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ KSRTC ബസ് സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ് കേട്ടോ.